മലപ്പുറത്തോട് കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇത്രമേൽ വിദ്വേഷം എന്താണ്? സംസ്ഥാനത്തെ നിർണായക ഭൂപ്രദേശത്തോടും ജനതയോടും ഈ വിവേചനം എന്തിനാണ്? മലപ്പുറം എന്നാൽ വർഗീയ ഉള്ളടക്കം എന്ന് വിധിയെഴുതുന്നവർ അവിടുത്തെ ജനതയോടും തലമുറകളോടും ചെയ്യുന്നത് എന്താണ്? ഉപതെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കിൽ തുടങ്ങിയ അവകാശവാദങ്ങൾ മലപ്പുറം എന്ന നാടിന്റെ അസ്തിത്വത്തെ തന്നെ പ്രതിക്കൂട്ടിൽ കയറ്റുന്ന മട്ടിലേക്ക് തരം താണിരിക്കുകയാണ്. മലപ്പുറത്തല്ല, രാഷ്ട്രീയ നേതാക്കളുടെ മനസ്സിലാണ് വർഗീയ ധ്രുവീകരണമെന്ന് പറയാതെ വയ്യ. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി 1,70,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് നേടിയ വിജയം വിലയിരുത്തപ്പെട്ടത് പല തലത്തിലാണ്. അതങ്ങനെയേ വരൂ എന്ന പൊതുബോധത്തിന്റെ പ്രഖ്യാപനം മുതൽ മുസ്ലിം ലീഗിന്റെ വർഗീയ ധ്രുവീകരണം നേടിയ വൻ വിജയം എന്നുവരെ വിധിയെഴുതപ്പെട്ടു. എന്നാൽ മലപ്പുറത്തിന്റെ വർഗീയ ഉള്ളടക്കം ഇതേ വിധിയെഴുതൂ എന്ന് പറഞ്ഞ CPM നേതാവിന്റെ പ്രതികരണം അങ്ങനെ എഴുതിത്തള്ളാവുന്നതല്ല. മലപ്പുറത്തിന്റെ ഉള്ളടക്കം അത് തന്നെയാണ്, കുറച്ചൊരു വർഗീയമാണ്. അത് ന്യൂനപക്ഷ വർഗീയതയുടെ ഒരു ശാക്തീകരണം വരുന്നതായിട്ടുള്ള മേഖലയാണ്. ഇത് ആദ്യമായി കേൾക്കുന്നതുമല്ല. എത്ര വിശദീകരിച്ചാലും തരം കിട്ടുന്ന നേരത്തെല്ലാം ഈ ഉള്ളിലിരിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. മതനിരപേക്ഷതയുടെ സ്വയം പ്രഖ്യാപിത നായകനായ VS അച്യുതാനന്ദൻ വരെ മലപ്പുറത്തെ കണ്ടത് മറ്റൊരു കണ്ണിലൂടെ തന്നെയാണ്. SSLC പരീക്ഷയുടെ വിജയശതമാനം വരെ മലപ്പുറത്തെ താഴ്ത്തിക്കെട്ടാനുള്ള കാരണമാകുന്നതും ഈ മുൻവിധി കൊണ്ട് തന്നെ. വോട്ടിംഗ് ഉണ്ടായിട്ടുള്ളത് അത് വർഗീയമാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ മോശമായ ഒരു വിലയിരുത്തലാണ്. പണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് അവിടുത്തെ കുട്ടികൾ വലിയ അളവിൽ പരീക്ഷ പാസ്സാവുക റാങ്കൊക്കെ കിട്ടിയപ്പോൾ അതൊക്കെ കോപ്പി അടിച്ചിട്ടാണ് എന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞിരുന്നത്. അതിന്റെ വേറൊരു രൂപമായിട്ട് വളരെയധികം തുച്ഛമായിട്ടാണ്, വളരെ നിസ്സാരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്, അവരുടെ ഈ പ്രസ്താവനയെ. മലപ്പുറത്തെ ജനവിധിയെക്കുറിച്ച് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന കേരളത്തിലെ ഏത് സാധാരണ രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും എത്താവുന്ന ഒരു നിഗമനമുണ്ട്. രാജ്യത്താകമാനം ആശങ്കകൾ വിതയ്ക്കുന്ന പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് എതിരാണ് ഈ ജനവിധി എന്ന് മനസ്സിലാക്കാൻ ആഴത്തിലുള്ള വിശകലനം വേണ്ട. എന്നിട്ടും യാഥാർത്ഥ്യങ്ങളെ ഇരുട്ടത്ത് നിർത്തിയുള്ള ഒളിയുദ്ധത്തിന് CPM മെനക്കെടുന്നതിന്റെ രാഷ്ട്രീയം അപകടകരമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചേ മതിയാകൂ. പ്രത്യേകിച്ചും അതിന്റെ അപകടം അതിവേഗം തിരിച്ചറിയേണ്ട പാർട്ടി തന്നെ അത്തരമൊരു പ്രചാരണത്തിന് മുതിരുമ്പോൾ. രാഷ്ട്രീയ ഇച്ഛാഭംഗവും നിരാശയും നഷ്ടബോധവുമാണ് മലപ്പുറത്തെ വർഗീയ കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ ഇടതുപക്ഷത്തെ പോലും പ്രേരിപ്പിക്കുന്നത്. ലീഗിനെ ജയിപ്പിക്കുമ്പോൾ വർഗീയത എന്ന് ആക്ഷേപിക്കുന്നവരോട് മലപ്പുറത്തിനും തിരിച്ചു ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ടാകുമെന്ന് മറക്കരുത്. ഈ പറയുന്ന ഇടതുപക്ഷം പോലും രാഷ്ട്രീയമായി മലപ്പുറത്തുകാരോട് എത്ര തവണ വോട്ട് ചോദിച്ചിട്ടുണ്ട്? CPM എപ്പോഴാണ് മതനിരപേക്ഷ രാഷ്ട്രീയവുമായി മലപ്പുറത്തുകാർക്ക് മുന്നിൽ തല ഉയർത്തി നിന്നിട്ടുള്ളത്? ഈ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഇടതുപക്ഷമാണ് വോട്ട് കണക്കിൽ ഏറ്റവും നേട്ടമുണ്ടാക്കിയത്. 3 വർഷത്തിന്റെ ഇടവേളയിൽ മലപ്പുറത്തെ 1,00,000 വോട്ടർമാർ കൂടുതൽ എത്തിയത് ഇടതുപക്ഷത്തേക്കാണ്. പക്ഷേ ജയിച്ചത് ലീഗായതുകൊണ്ട് ഇടതുപക്ഷം വിധി എഴുതിക്കളയും. മലപ്പുറം ചിന്തിച്ചത് വർഗീയമായാണെന്ന്. ഇതിനു മുൻപ് മഞ്ചേരിയായിരുന്ന മലപ്പുറത്ത് 2004-ൽ TK ഹംസയെ 50,000 വോട്ടിന് ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയച്ചത് ഇതേ വോട്ടർമാരാണ്. 2006-ൽ മുസ്ലിം ലീഗിന്റെ അതികായനായ കുഞ്ഞാലിക്കുട്ടിയെ കുറ്റിപ്പുറത്ത് തറപറ്റിച്ചതും ഇതേ വോട്ടർമാർ. ഈ തെരഞ്ഞെടുപ്പുണ്ടായത് വോട്ടിംഗ് കൃത്യമായിട്ട് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമുണ്ട് മലപ്പുറത്തുള്ള ഞാൻ തെളിവ് തരാം. 2009-ല് PDP അടക്കമുള്ള ആളുകൾ അബ്ദുൽ നാസർ മദനി അടക്കം കൊണ്ടു നടന്നിട്ട് CPM-ന് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല നമുക്കറിയാം. 2006-ൽ കുഞ്ഞാലിക്കുട്ടിയെയും ET മുഹമ്മദ് ബഷീറിനെയും MK മുനീറിനെയും തോൽപ്പിച്ചത് ഇതേ ലീഗുകാർ, ഇതേ മലപ്പുറംകാരുമാണ്. കുറ്റിപ്പുറത്ത് ജലീലിനോട് കുഞ്ഞാലിക്കുട്ടി തോറ്റു. തിരൂരിലും മങ്കടയിലും ബഷീറും മുനീറും ഒക്കെ തോറ്റു. അപ്പൊ അവിടുത്തെ രാഷ്ട്രീയമുണ്ട്. അവിടുത്തെ ആളുകൾ രാഷ്ട്രീയ ബോധത്തിലാണ്. സ്വന്തം പാർട്ടിക്കാരെ തന്നെ തെറ്റി തോന്നുമ്പോൾ ശിക്ഷിക്കുന്ന ഒരു നിലപാട് മലപ്പുറത്തെ വോട്ടർമാർക്കുണ്ടെന്ന് അന്ന് തെളിഞ്ഞതാണ്. പക്ഷേ ഇടതുപക്ഷം അതൊന്നും രാഷ്ട്രീയ വിധിയെഴുത്തായി അംഗീകരിക്കാൻ തയ്യാറാകില്ല. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, സ്ഥാനാർത്ഥിയുടെ മികവ്, വ്യക്തിബന്ധങ്ങൾ തുടങ്ങിയ കാരണങ്ങളിൽ അവർ മലപ്പുറത്തുകാരെ വിധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാഷ്ട്രീയ സാഹചര്യമനുസരിച്ച് വോട്ടർമാർ മാറി ചിന്തിച്ചിരുന്നു എന്ന് സമ്മതിക്കുമ്പോൾ പോലും വിധിയെഴുത്ത് രാഷ്ട്രീയമായിരുന്നു എന്ന് സമ്മതിക്കില്ല. വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്നു എന്ന് വീമ്പ് പറയുന്ന CPM 2009-ൽ മലപ്പുറത്തെ പൊന്നാനിയിൽ ശ്രമിച്ചത് വർഗീയതയുടെ ചൂട് പറ്റാനല്ലേ?
പൊന്നാനിയിലേക്ക് ഇടതുപക്ഷം കൈപിടിച്ചാനയിച്ചത് മതനിരപേക്ഷതയുടെ മഹനീയ മാതൃകയായിരുന്നു. പൊന്നാനിയിൽ സിപിഎമ്മിന്റെ വർഗീയ ധ്രുവീകരണത്തിന് മലപ്പുറത്തുകാർ തന്ന മറുപടി പോരെ? ആ ക്ഷീണം മറന്ന ബലത്തിലാണോ മലപ്പുറം എന്നാൽ മതധ്രുവീകരണം എന്ന ആക്ഷേപ ലേബൽ വീണ്ടും പൊടിതട്ടി എടുക്കുന്നത്?